ശ്രീല, സന്ദീപ് വാര്യർ സുരേന്ദ്രൻ പോര് തീരുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോ ഈ അടുത്ത ഒരു ദിവസം വന്ന ഒരു റിപ്പോർട്ടിലാണ് സന്ദീപ് വാര്യർ യാത്ര ചെയ്ത ട്രെയിനിൽ കെ സുരേന്ദ്രനും ഉണ്ടായിരുന്നു. സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സുരേന്ദ്രനെ സ്വീകരിക്കാൻ എത്തിയ BJP പ്രവർത്തകരെ കണ്ടിട്ടാണോ എന്തോ സന്ദീപ് വാര്യർ പറയുന്നത് കേട്ടു. സുരേന്ദ്രന് സന്ദീപ് വാര്യരെ പേടിയാണ്, അപ്പൊ ആ ഒരു ധൈര്യത്തിനായിട്ട് അവിടെയുള്ള എല്ലാ BJP-കാരെയും വിളിച്ചു വരുത്തി എന്ന് പറയുന്നു. ശരിക്കും സുരേന്ദ്രന് സന്ദീപ് വാര്യരെ പേടിയാണോ? ഏറ്റവും രസകരമായ ഒരു ചോദ്യമാണ് സുരേന്ദ്രന്റെ സന്ദീപ് വാര്യരെ പേടിയാണോ എന്നുള്ളത്. പ്രീത, ഈ സുരേന്ദ്രൻ ഒരു പ്രത്യേകതയുണ്ട്. ഒന്ന്, സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായ ഒരാളാണ്. നിരവധി സമരങ്ങളിലൂടെ വളർന്നു വന്നൊരു നേതാവ് തന്നെയാണ് സുരേന്ദ്രൻ. ഇടക്കാലത്ത് സുരേന്ദ്രൻ ഒരു സംയമനത്തിന്റെ പാതയൊക്കെ സ്വീകരിച്ച് മിണ്ടാതിരുന്നു എന്നൊക്കെ ഉള്ളത് ശരിയൊക്കെ തന്നെയാണ്. അത് സംയമനത്തിന്റെ പാതയാണോ, മറ്റാരെങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മറ്റാർക്കെങ്കിലും പെർഫോം സുരേന്ദ്രൻ മാറിക്കൊടുത്താണോ എന്നൊന്നും നമുക്കറിയില്ല. സുരേന്ദ്രൻ യുവമോർച്ചയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ സുരേന്ദ്രൻ വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു നേതാവായിരുന്നു. ഒരു നേതാവിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും ഉള്ള ഒരു നേതാവായിരുന്നു. എന്നാൽ അതിനുശേഷം സുരേന്ദ്രൻ BJP-യിലേക്ക് വന്നപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് ഉയർന്നു എന്നുള്ളത് സംശയമാണ്. പക്ഷേ യുവമോർച്ചയിൽ നിൽക്കുമ്പോൾ കൂടുതൽ സമരങ്ങൾ ചെയ്യാനും യുവാക്കളുടെ പ്രതിനിധിയായി നിൽക്കുമ്പോൾ സമരം ചെയ്യാനൊക്കെ കഴിയുമെങ്കിലും BJP-യിലേക്ക് എത്തുമ്പോൾ പല കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ നിൽക്കുമ്പോൾ അത്രത്തോളം അഗ്രസീവായി സുരേന്ദ്രന് പോകാനും കഴിയില്ല. അവിടെയാണ് സുരേന്ദ്രൻ ഒരു പരാജയമാണെന്ന് അണികൾക്ക് പോലും തോന്നി തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു അങ്ങനെയല്ലല്ലോ. ഇപ്പൊ യുവമോർച്ച നേതാവായിരിക്കുന്ന സമയത്ത് അതേപോലെ അഗ്രസീവായ എല്ലാ സംസ്ഥാന പ്രസിഡന്റ് പോകേണ്ടത്. സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെയാണെങ്കിൽ ഒറ്റ ഒരു സംഘടനയുടെ ആവശ്യമുള്ളല്ലോ. ഇപ്പൊ യുവാക്കൾക്കും യുവമോർച്ച, മഹിളാ മോർച്ച, അങ്ങനെ വനിതകൾക്ക് വേണ്ടി മഹിളാ മോർച്ച, അങ്ങനെ പലതരത്തിലുള്ള മോർച്ചകളുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ആ സമയത്ത് നടത്തിയ പ്രവർത്തനം പോലെ തന്നെ വലിയ പ്രവർത്തനം നടത്തിയില്ല എന്നുള്ളതാണ്. സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് പക്വതയോടുകൂടി പ്രതികരിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനെയൊക്കെ കേരളത്തിലെ BJP-യുടെ അണികളടക്കമുള്ളവർ പരിഹസിച്ചിട്ടുണ്ട് ചിലപ്പോഴെങ്കിലും. അതിന് കാരണം അവർ യുവമോർച്ചയുമായി കമ്പയർ ചെയ്താണ് യുവമോർച്ചയുടെ നേതാവായിരുന്ന സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ അതേ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു കുഴപ്പമാണ്. അങ്ങനെയല്ല, സുരേന്ദ്രന്റെ അങ്ങനെ ആയിരുന്നില്ല പ്രതികരിക്കേണ്ടത്. ഇപ്പോൾ പ്രതികരിക്കുന്ന പോലെ തന്നെ, കാരണം വളരെ പക്വതയോടുകൂടിയുള്ള പ്രതികരണമായിരുന്നു സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നടത്തേണ്ടത്. ഇപ്പൊ മാധ്യമങ്ങളെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. അതിനൊരു പക്ഷേ മാധ്യമങ്ങൾ ഒരു കാരണവുമാണ്. മാധ്യമങ്ങളെ പറയാത്ത ആരാണ്? സാധാരണക്കാരായ ജനങ്ങൾ പോലും ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങളെ പരിഹസിക്കുകയും മാധ്യമ പ്രവർത്തകരെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ആത്മവിമർശനം നടത്തേണ്ടത് മാധ്യമ പ്രവർത്തകരാണ്. ഞാൻ ഇന്നലെ News 18 ഒരു വാർത്ത കണ്ടു. സാധാരണഗതി നമ്മൾ പത്രക്കാർ പോയിരുന്ന ചോദ്യം ചോദിക്കുമ്പോൾ ചില രാഷ്ട്രീയ നേതാക്കൾ നമ്മളോട് തട്ടിക്കയറാറും തിരിച്ചു പറയാറും ഒക്കെ ഉണ്ട്. പക്ഷേ News 18 പോലൊരു ചാനൽ അവരുടെ റിപ്പോർട്ടറെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് അയാൾ സുരേന്ദ്രനെ മലർച്ചി അടിച്ചു എന്ന് പറഞ്ഞിട്ട്, ആകെ ഞങ്ങൾ ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യുന്നവരാണ് എന്ന് പറയുന്ന ഒരു വാചകത്തെ അവരുടെ റിപ്പോർട്ടർ മലർത്തി അടിച്ചു എന്നൊക്കെ വാർത്ത കൊടുത്തേക്കുന്നുണ്ട്. ഇത്ര വാർത്താ ദാരിദ്ര്യം ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രത്യേകിച്ച് News 18 പോലൊരു ചാനലിന് എന്തിനാണ് അങ്ങനെ ഒരു റിപ്പോർട്ടറെ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് സംശയമുണ്ട്. ഏതായാലും എനിക്ക് ആ വാർത്ത കണ്ടിട്ട് വല്ലാത്ത നിന്ന തോന്നി, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു എത്തിക്സ് എവിടേക്ക് പോകുന്നു എന്ന് പോലും സംശയം തോന്നി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെ നോക്കൂ, സുരേന്ദ്രൻ പേടിച്ചോ എന്നുള്ളതാണല്ലോ ചോദ്യം. ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. സുരേന്ദ്രൻ, ഞാൻ പറഞ്ഞില്ലേ, സുരേന്ദ്രൻ യുവമോർച്ചയിലായിരുന്നപ്പോഴും അതുപോലെ തന്നെ BJP-യിലാകുമ്പോഴും സുരേന്ദ്രനോടൊപ്പം സുരേന്ദ്രൻ ഒരു നല്ല രീതിയിലുള്ള ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് സുരേന്ദ്രൻ. നമുക്കറിയാം, സുരേന്ദ്രൻ എവിടെ എത്തിയാലും ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ സുരേന്ദ്രനോടൊപ്പം ഒരു 15 പേര് എപ്പോഴും കൂടെ നടക്കാനുണ്ടാവും. അപ്പൊ പ്രത്യേകിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സുരേന്ദ്രൻ വരുന്നു എന്ന് കണ്ടാൽ കാണാനും സുരേന്ദ്രനെ സ്വീകരിക്കാനും ഒക്കെ ആളുകൾ കൂടുതൽ ഉണ്ടാവും. അതുമാത്രമല്ല, സുരേന്ദ്രൻ തിരുവനന്തപുരത്തേക്ക് ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വരുന്നു എന്ന് പറഞ്ഞാൽ BJP-യുടെ സംഘടനാ സംവിധാനത്തിൽ ABVP ആണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ട്, അവിടുത്തെ പ്രവർത്തകർ നമ്മളെ സ്വീകരിക്കാൻ വരാറുണ്ടായിരുന്നു. അവിടുത്തെ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് സ്വീകരിക്കുന്ന പതിവുണ്ട്. അപ്പൊ കുറെ ദിവസത്തിന് ശേഷം സുരേന്ദ്രൻ തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ സുരേന്ദ്രനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ആരെങ്കിലും കുറച്ചു പേർ വന്നെങ്കിൽ ആ വന്നവരൊക്കെ സുരേന്ദ്രൻ എന്നെ കണ്ട് പേടിച്ച് വിളിച്ചു വരുത്തിയാണെന്ന് പറയുന്നത് സന്ദീപ് വാര്യരുടെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. സന്ദീപ് വാര്യരെ പേടിക്കേണ്ട എന്തവസ്ഥയാണ് സുരേന്ദ്രനുള്ളത്? സന്ദീപ് വാര്യർ സുരേന്ദ്രനെ എന്തെങ്കിലും ചെയ്യുമോ? അല്ലെങ്കിൽ എന്തിനു പേടിക്കണം? എന്താണ് കാരണം? സന്ദീപാണോ സുരേന്ദ്രനാണോ? പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരാളെ പേടിക്കുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെയാണ് ഭയങ്കര തമാശയുള്ളത്. അത് മാത്രമല്ല, ചോദിച്ചോളൂ. മറ്റൊരു കാര്യം കൂടെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു. സന്ദീപ് വാര്യർ പറയുന്നു, പ്രകാശ് ജാവദേക്കർ വിളിക്കുമ്പോൾ പോലും സുരേന്ദ്രൻ ഫോൺ എടുക്കാറില്ല, ഫോണ് മറ്റാരുടെയോ കയ്യിൽ കൊടുക്കാറുണ്ട്, ജാവദേക്കർ എത്ര തവണ വിളിച്ചാലും ഫോൺ എടുക്കാറില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
അത് ഈ സന്ദീപ് ഇപ്പൊ ബി ജെ പിന്ന് പോയി കഴിഞ്ഞിട്ടാണല്ലോ ഈ ആരോപണമൊക്കെ ഉന്നയിക്കുന്നത്. ബി ജെ പിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബി ജെ പിന്ന് സന്ദീപ് പോയി കോൺഗ്രസ് എന്ന് പറയുന്ന ജനാധിപത്യ ബോധമുള്ള എന്ന് സന്ദീപിന് തോന്നിയ, അല്ലെങ്കിൽ സന്ദീപിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, സന്ദീപിന് സന്തോഷം വാരിക്കോരി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ പോയി സന്ദീപിന് എന്താണ് ചെയ്യേണ്ടത്? സന്ദീപിന് വാരിക്കോരി കിട്ടുന്ന ആ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുക. അതിന് പകരം സന്ദീപ് ചെയ്തുകൊണ്ടിരിക്കുന്ന, സന്ദീപിന് സത്യത്തിൽ പോയതിന്റെ ഇച്ഛാഭംഗം നല്ലവണ്ണം ഉണ്ട്. സന്ദീപിന് ഇവിടോട്ട് നോക്കുമ്പോൾ, ബി ജെ പിയിലേക്ക് നോക്കുമ്പോൾ സന്ദീപിന് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു 15 തവണ ബി ജെ പി എന്ന് പറയും. ബി ജെ പി നന്നായി ചിന്തിക്കുന്നു, ബി ജെ പിയിൽ പ്രശ്നങ്ങൾ പുറത്തു പറയുന്നു, ബി ജെ പിക്ക് അത് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ബി ജെ പിയെ നന്നാക്കാൻ വേണ്ടിയാണോ സന്ദീപ് കോൺഗ്രസിലേക്ക് പോയത്? അതോ കോൺഗ്രസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണോ? യഥാർത്ഥത്തിൽ സന്ദീപ് ഒരു കോൺഗ്രസ്സുകാരനായിട്ടില്ല. സന്ദീപ് അവിടെ നിൽക്കുമ്പോഴും സന്ദീപിന് ഇങ്ങോട്ട് വരാനുള്ള ഒരു, അവിടെ പോയി ഇനി എങ്ങനെയാണ് തിരിച്ചു കയറുക എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ സന്ദീപ് എന്തിനാണ്? സന്ദീപിന്റെ പാർട്ടിയായി തെരഞ്ഞെടുത്തോ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ആശയങ്ങൾ പറയൂ സന്ദീപ്, ആശയങ്ങൾ പ്രചരിപ്പിക്കൂ. കോൺഗ്രസിൽ സന്ദീപ് ആകൃഷ്ടനായത് എന്തുകൊണ്ടാണെന്നും എന്തൊക്കെ ആശയങ്ങളാണെന്നും പറയൂ. ആകെ 2-3 സെന്റൻസ് അല്ലേ കേട്ടിട്ടുള്ളൂ. നമ്മള് വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി നല്ലവനാണെന്നും, സോണിയാഗാന്ധി രാജ്യത്തിന്റെ പ്രതീക്ഷയാണെന്നും, പ്രിയങ്ക ഗാന്ധി വലിയ പ്രതീക്ഷയാണെന്നും ഒക്കെ മാത്രമല്ല, അങ്ങനെ ഒരു 5-6 സെന്റൻസ്, ആരും പറയുന്ന 5-6 സെന്റൻസ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് സാധാരണ ഏത് കോൺഗ്രസ്സുകാരനും പറയാവുന്ന ആളല്ലേ. ഇത്രയധികം ബൗദ്ധിക നിലവാരമുണ്ടെന്ന് സ്വയം തോന്നുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കേണ്ടത്, കോൺഗ്രസിന്റെ നയങ്ങളെ പറ്റിയാണ് സംസാരിക്കേണ്ടത്, കോൺഗ്രസിനെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. മറിച്ച് സന്ദീപ് പോയിരുന്നിട്ട് ബി ജെ പിക്ക് അത് സംഭവിച്ചു, സുരേന്ദ്രൻ ആഹാരം കഴിച്ചുവോ, ആഹാരം കഴിച്ചവനെ മാറ്റി പറഞ്ഞോ, അല്ലെങ്കിൽ സുരേന്ദ്രൻ എന്ത് ചെയ്തു, കൃഷ്ണകുമാർ എന്ത് ചെയ്തു, പന്തളം നഗരസഭയിൽ എന്ത് ചെയ്തു, ഇതൊന്നും സുരേന്ദ്രൻ സന്ദീപിന് നോക്കേണ്ട വിഷയങ്ങളല്ലല്ലോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സന്ദീപ് അരിസ്റ്റോ ജംഗ്ഷനിൽ ഒരു സ്വീകരണം ഏറ്റുവാങ്ങി. അരിസ്റ്റോ ജംഗ്ഷൻ 4 ഓട്ടോ തൊഴിലാളികളിൽ നിന്ന് സന്ദീപിന് ഒരു സ്വീകരണം കൊടുത്തു. മാധ്യമങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക്, ഏതായാലും സന്ദീപ് വാര്യർ ജീവിതത്തിൽ ആദ്യമായല്ലോ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. സന്ദീപ് അതിനൊക്കെ നേതാവും അല്ലല്ലോ. അപ്പൊ സന്ദീപ് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം മൈക്കും പിടിച്ച് അവിടെ പോയി സന്ദീപ് വിളിച്ചിട്ടല്ലേ? സന്ദീപ് എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം മൈക്കും പിടിച്ച് അവിടെ പോയി നിന്നത്. രാത്രിയിൽ വരുന്ന സന്ദീപ് വാര്യരെ കാത്ത് മാധ്യമങ്ങൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സന്ദീപിന് മാധ്യമങ്ങളുള്ള, അതായത് ബി ജെ പിയിൽ ഇരുന്നപ്പോൾ ഉണ്ടാക്കിയ മാധ്യമ ബന്ധങ്ങൾ, ആ മാധ്യമ ബന്ധങ്ങൾ സന്ദീപ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നേതാവാകാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതല്ലേ. അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ലല്ലോ. സന്ദീപിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത്, സന്ദീപ് എന്ത് വേണേലും പറഞ്ഞോട്ടെ. ഇപ്പൊ സന്ദീപിനെ പറ്റി ബി ജെ പിക്കാർ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? സന്ദീപ് പോയതിൽ ബി ജെ പിക്കാർക്ക് ആർക്കും ഒരു വിഷമവും ഇല്ല. അതുകൊണ്ടാണ് അവർ സന്ദീപിനെ നോക്കുകയും മറുപടി പറയുകയും ചെയ്യുന്നില്ലല്ലോ. ഇത്രയധികം പറഞ്ഞിട്ട് സുരേന്ദ്രൻ എന്തെങ്കിലും ഒരു വാക്കുരിയാടിക്കണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. CPM വിട്ടുപോയ ബിപിൻ സി ബാബുവിനും മധു മുല്ലശ്ശേരിക്കുമെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് CPM മുന്നോട്ട് വെച്ചത്? മധു മുല്ലശ്ശേരിക്കെതിരെ ഇപ്പോൾ സാമ്പത്തിക ആരോപണം പറയുന്നു, അവരുടെ വീട്ടുകാരെ എല്ലാം സംബന്ധിച്ച് തർക്കം പറയുന്നു, നേരത്തെ ബി ജെ പിയിലേക്ക് കാലെടുത്ത് വെച്ചിരുന്നു എന്ന് പറയുന്നു. നേരത്തെ ബി ജെ പിയിലേക്ക് കാലെടുത്ത് വെച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് പുറത്താക്കാതിരുന്നത്? മധു മുല്ലശ്ശേരി ഇപ്പോൾ പോയപ്പോഴാണല്ലോ. അതുപോലെ ബിപിൻ സി ബാബു 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഗാർഹിക പീഡന കേസ് പൊടിതെറ്റിയെടുക്കുന്നു. അതിൽ അവരുടെ അമ്മയെ കൂടി ചേർത്ത് പ്രതിയാക്കിക്കൊണ്ട് കേസ് കൊടുക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഗാർഹിക പീഡന കേസ് അടക്കം ഗൗരവമുള്ള ഒരു വിഷയം, സ്ത്രീധന പീഡന കേസ് അടക്കം ഗൗരവമുള്ള ഒരു വിഷയമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് ഇതിന് കേസിന് പോകാതിരുന്നത്? എന്തുകൊണ്ടാണ് അന്ന് കേസ് എടുക്കാതിരുന്നത്? അപ്പോ നേരെ പറഞ്ഞ സന്ദീപ് പോയിട്ട് ചെറുവിരൽ ബി ജെ പി എന്താണ് സന്ദീപിനെ മാറ്റി നിർത്താനുണ്ടായ സാഹചര്യം എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. ആ കാണിച്ച മര്യാദയാണ്, അതാണ് മര്യാദ. അതിനു പകരം എന്നിട്ടും സന്ദീപ് ബി ജെ പിയെ പറഞ്ഞ ആളാവാൻ നോക്കുകയാണ്. സന്ദീപിന്റെ വിചാരം ഇങ്ങനെ നിരന്തരം പറയുന്നതുകൊണ്ട് സന്ദീപ് ആരോ ആളാവുമെന്ന്. സന്ദീപ് ഇപ്പോ ഒരു സംഘപരിവാർ പ്രസ്ഥാനത്തിൽ നിന്ന് കേഡർ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുവെങ്കിൽ സന്ദീപ് നാളെ കോൺഗ്രസിനോട് ഇടഞ്ഞാൽ എന്തൊക്കെ പറയുമെന്ന് ബോധ്യമാണ് ആദ്യം കോൺഗ്രസുകാർക്ക് വേണ്ടത്. ഇത്രയധികം ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാൾ കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരെ എന്തൊക്കെ ചെയ്യും, അല്ലെ ആരെ ഏതൊക്കെ തരത്തിൽ താഴ്ത്തിക്കെട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമെന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ ആലോചിക്കേണ്ടത്. ഇത്തരം വിഷയങ്ങളാണ് ആലോചിക്കേണ്ടത്. അതായത് സന്ദീപ് ഒരു നല്ല കോൺഗ്രസ്സുകാരനായി അവിടെ നിലനിൽക്കട്ടെ. സന്ദീപ് ബി ജെ പി എന്നുള്ള വാക്ക് ദിവസം ഒരു 50 പ്രാവശ്യമെങ്കിലും, എനിക്ക് തോന്നുന്നു കെ സുരേന്ദ്രനെക്കാട്ടി കൂടുതൽ ബി ജെ പി എന്ന് ഉച്ചരിക്കുന്നത് സന്ദീപാണ്. അത് സന്ദീപിന്റെ ഇച്ഛാഭംഗം കൊണ്ടാണ്. ഒരിക്കലും നമുക്ക് ബാധകമല്ലാത്ത, നമുക്ക് ഇഷ്ടമല്ലാത്ത, നമ്മൾ വിട്ടിട്ട് പോയ ഒന്നിനോട് നമുക്ക് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ തോന്നുന്നത് അതൊരു മനഃശാസ്ത്രമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ പോയിട്ട് നമുക്ക് ഇച്ഛാഭംഗം ഉണ്ടെന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വിട്ടുപോകുമ്പോൾ ആ വാക്കുകൾ ഒരിക്കൽ പോലും നമ്മൾ ഉച്ചരിക്കുന്നില്ല എങ്കിൽ, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ലെങ്കിൽ അവരുടെ മാനസിക പക്വത, അവർ തീർച്ചയായും ആ പ്രസ്ഥാനത്തെ അത് വേണ്ട. അതിപ്പോ ബി ജെ പി ആണെങ്കിൽ ഇപ്പൊ ഒരു കുടുംബ ബന്ധം പോലും, നമ്മളൊരു കുടുംബ ബന്ധം പോലും ഉപേക്ഷിച്ച് പോകുമ്പോൾ, ഒരു ഡിവോഴ്സ് ഉണ്ടാവുമ്പോൾ
നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ബോധറാവുന്നില്ലെങ്കിൽ, അത് നമ്മളെ അലട്ടുന്നില്ലെങ്കിൽ, നമ്മളെടുത്ത തീരുമാനം ശരിയാണെന്നാണ്, നിരന്തരം ആ വിഷയം അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എവിടെയോ നമുക്ക് ഇച്ഛാഭംഗം ഉണ്ടെന്നുള്ളതാണ്. സന്ദീപിന് BJP വിട്ടുപോയിട്ടും BJPയെ കുറിച്ച് മാത്രം, സുരേന്ദ്രനെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂവെങ്കിൽ ഇന്നും ഇച്ഛാഭംഗത്താൽ നട്ടം തിരിയുന്നത് സന്ദീപാണ് എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. യഥാർത്ഥത്തിൽ അത് BJP അല്ല ഇച്ഛാഭംഗത്തോടെ നിൽക്കുന്നത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു സ്വീകരണം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്വീകരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഈ സന്ദീപ് വാര്യർ മാത്രമല്ല ഇനി ഈ കോൺഗ്രസിലേക്ക് വരാനിരിക്കുന്നത്, വലിയ വലിയ നേതാക്കന്മാർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ? നിലവിൽ അങ്ങനെ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ CPM-ൽ പോയാൽ പോലും പണ്ടൊക്കെ നമുക്കുണ്ടായിരുന്നൊരു ധാരണ എന്താണെന്ന് വെച്ചാൽ, പല BJP-ക്കാർക്കും പണ്ടൊരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പോ CPM-ഉം BJP-യും തമ്മിലായിരുന്നല്ലോ എല്ലാ കാലത്തും ഫൈറ്റ് ഉണ്ടായിരുന്നത്. അന്നൊക്കെ നമ്മുടെ വാർഡുകളിലൊക്കെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൊക്കെ നമുക്കറിയാവുന്നവരൊക്കെ മത്സരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്കിലും ചില ആൾക്കാർ വിചാരിക്കും ഏതായാലും CPM ജയിച്ചാൽ വലിയ തരത്തിലുള്ള പ്രശ്നം, CPM-കാരെ നമുക്കറിയാലോ, CPM വാർഡ് ജയിച്ചാലും പഞ്ചായത്ത് എവിടെ ജയിച്ചാലും പ്രശ്നക്കാരായിരിക്കും CPM-കാര്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഒഴിവാക്കട്ടെ എന്ന് വിചാരിച്ച് ഡീസന്റ് ആയി ജീവിക്കുന്ന ചില ആൾക്കാർ മറിച്ചൊക്കെ വോട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലായി. SDPI-യുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും ഒക്കെ സ്വാധീനം കോൺഗ്രസ് അല്ലാതായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നയങ്ങളോടാണ് ഏറ്റവും അധികം വിമർശനം അല്ലെങ്കിൽ ഏറ്റവും അധികം എതിർപ്പും സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് BJP വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നവർ തികച്ചും അവർ പോകട്ടെ. അങ്ങനെ പോകുന്നവരെ ഒരു കാരണവശാലും തടഞ്ഞു നിർത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്തരത്തിലുള്ള സംവിധാനങ്ങളോട് അടുത്തിടപെടുക, കാരണം ചില മതമൗലികവാദ ശക്തികളുടെ പിടിയിലായി പോയ കോൺഗ്രസിലേക്ക്, അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് പോകുന്നവർ അത്തരക്കാരായിരുന്നു എന്ന് തന്നെ കരുതണം. ഇപ്പോ സന്ദീപ് വാര്യർ പാലും തേനും ഒഴുക്കുന്നവരെ ഏത് തരത്തിൽ, സന്ദീപ് ഇപ്പൊ പാലും തേനും ഒഴുക്കി അവരുടെ എല്ലാം സ്നേഹം വാങ്ങാൻ നടക്കുകയാണല്ലോ. അത്തരക്കാരെ ഏത് തരത്തിലായിരുന്നു സന്ദീപ് പറഞ്ഞിരുന്നത്? അവരെ വീണ്ടും സന്ദീപ് കെട്ടിപ്പിടിക്കാൻ ഇത്രമാത്രം ആത്മാർത്ഥതയുണ്ട് അത്തരം നിലപാടുകൾ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും അത്തരത്തിലുള്ള നിലപാടുകളോട് ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മതമൗലികവാദികളോട് സന്ധി ചെയ്യുന്നവരെ അവർ പോകട്ടെ, അവർ പോയി അവിടെ പോട്ടെ. അങ്ങനെ ഏതെങ്കിലും നേതാക്കന്മാർ പോകുമെന്ന് എനിക്കറിയില്ല. ചുമ്മാതെ MT രമേശിന്റെ പേര് വരുന്ന രീതി മനോരമ ഒരു മൊത്തം പേര് പറഞ്ഞില്ലെങ്കിലും സൗമ്യനായ സംസ്ഥാന പിന്നെ പ്രസിഡന്റ് ആകാൻ പരിഗണിക്കുന്ന ഒരാൾ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും MT രമേശ് അടക്കമുള്ളവർ പോവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ MT രമേശിനോട് ഈ വിഷയം സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോ MT പറഞ്ഞത് എനിക്ക് BJP വിട്ടാൽ പോകാൻ എന്റെ സംഘപരിവാർ സംഘടനകൾ ഉണ്ട് എന്നാണ്. കാരണം അത്രയധികം അവരൊക്കെ സംഘടനയിലൂടെ തന്നെ വളർന്നു വന്ന, ഒരു ദിവസം രാവിലെ നേതാവാകാൻ വേണ്ടി വന്നവരല്ലല്ലോ. ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ വന്ന് അതിനുശേഷം നേതാവാകണമെന്ന് അദമ്യമായ ആഗ്രഹം, എങ്ങനെയെങ്കിലും നേതാവായാൽ മതി എന്ന അദമ്യമായ ആഗ്രഹമുള്ളവരല്ല. എങ്ങനെയെങ്കിലും നേതാവായി മാറണമെന്ന് അദമ്യമായ ആഗ്രഹമുള്ളവർ പോകട്ടെ. സംഘടനയുടെ തത്വങ്ങൾ ഉൾക്കൊണ്ട, സംഘടനയുമായി ബന്ധമുണ്ടായിരുന്ന, സംഘടനയുടെ തത്വങ്ങൾ ഉൾക്കൊണ്ട് വന്ന ഒരാളും പോവില്ല. അങ്ങനെയുള്ള ആരെങ്കിലും നേതാവാകാൻ പോകുന്നെങ്കിൽ പോകട്ടെ. അങ്ങനെയുള്ളവർക്ക് പറ്റിയ പ്രസ്ഥാനം കോൺഗ്രസ് തന്നെയാണ്. തല്ലിയും അടിച്ചും തല്ലിയും ഒക്കെ നിൽക്കുക ഇങ്ങനെ കുറെ കാലം, അങ്ങനെ നിൽക്കട്ടെ. ബാക്കിയുള്ളവർക്ക് ഏറ്റവും സേഫായ സ്ഥലം BJP തന്നെയാണ്. അവർക്കറിയാം സംഘടനാപരമായി BJP തന്നെയാണെന്ന് അറിയാം. മാത്രമല്ല ദിവസത്തിന് ഇപ്പോ CPM വിട്ടു പോരുന്നവരൊക്കെ കോൺഗ്രസിലേക്ക് പോകുന്നുണ്ടോ? ഇവിടെ മാധ്യമങ്ങൾക്ക് വല്ലാത്ത കരച്ചിലാണ്. കഴിഞ്ഞ ദിവസം നെഞ്ചത്തടിച്ച് കരഞ്ഞില്ല എന്നേ ഉള്ളൂ സ്മൃതി. എന്തുകൊണ്ടാണ് ഇവരൊക്കെ CPM വിട്ട് BJP-യിലേക്ക് പോയത്? അവർക്ക് കോൺഗ്രസിലേക്ക് പോയി കൂടായിരുന്നു എന്നാണ് സ്മൃതി കടന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത്. നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾക്കാണ് പ്രശ്നം BJP-യിലേക്ക് വരുന്നതിന്. മാധ്യമ പ്രവർത്തകർക്കാണ് കൂടുതൽ പ്രശ്നം BJP-യിലേക്ക് പോകുന്നതിന്. BJP അനുകൂലികളായ മാധ്യമ പ്രവർത്തകരെയാണ് അവർ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത്, അല്ലാതെ അവർക്ക് മറ്റുള്ളവരെ അല്ല. ഇപ്പൊ തന്നെ സ്മൃതിയുടെ കൂടെ ഇരിക്കുന്ന സുജയെ റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കല്ലേ സുജയെ, അല്ലാതെ ഈ സുജയോടുള്ള ആശയപരമായ അല്ലെങ്കിൽ സുജയ എന്തും പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ആന്റണി മുതലാളിക്ക് റേറ്റിംഗിന് വേണ്ടിയാണ്. ആന്റോ മുതലാളിക്ക് അതിനപ്പുറത്തേക്കല്ലല്ലോ. അല്ലാത്തവരെയൊക്കെ സ്മൃതി അടക്കമുള്ളവർ എങ്ങനെയാണ് ഓരോ സ്ഥാപനത്തിൽ ഇരുന്നപ്പോൾ നമുക്കറിയുന്നതല്ലേ സ്മൃതിയൊക്കെ എങ്ങനെയാണ് ആൾക്കാരെ പരിഗണിച്ചിരുന്നതെന്ന്. എനിക്കൊക്കെ അറിയാവുന്ന ആളാണ്. ഇപ്പൊ ചിരിച്ചും കളിച്ചുമൊക്കെ നിൽക്കുന്ന സ്മൃതിയൊക്കെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഏത് തരത്തിലായിരുന്നു മറ്റുള്ള മാധ്യമപ്രവർത്തകരോടെ ജോലി ചെയ്തപ്പോൾ അവരോടൊക്കെ ഇടപഴകിയിരുന്നതെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പൊ വലിയ സ്നേഹം, നാട്ടിലുള്ളവരുടെ ഒക്കെ സ്നേഹം കിട്ടുന്നുണ്ടെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ഇടതും വലതും ഒരുമിച്ച് സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ BJP ആണ് അവരുടെ ശത്രുവെങ്കിൽ BJP ആണ് ശരിയായ പാളയത്തിൽ. ഇടതും വലതും എന്നും ഒന്നിച്ചു നിൽക്കാൻ തത്രപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായതും പറയുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നതുമായ രാഷ്ട്രീയ പ്രസ്ഥാനം BJP ആണ്. ഒരു ഘട്ടത്തിലും BJP അവരുടെ ആശയങ്ങളെ ഒരു കാലത്തും
അവരുടെ ആശയങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ആ ആശയത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത്. ഇനിയുള്ള കാലവും ആ ആദർശത്തിൽ തന്നെ നിന്ന് പ്രവർത്തിക്കും. ഒരു ദിവസം രാവിലെ ആദർശം തള്ളിപ്പറഞ്ഞു പോകുന്ന ആൾക്കാരല്ല BJP-യിലുള്ളത്. അങ്ങനെയുള്ളവർ അധികാരമോഹികൾ തന്നെയാണ്. അത്തരം അധികാരമോഹികൾ പോകട്ടെ, അത്തരക്കാരെ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് പറയാനുള്ളത്.